കേബിൾ ടിവി ഓപ്പറേറ്റർമാരും കെഎസ്ഇബിയും തമ്മിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സിഒഎ ഇത് സംബന്ധിച്ച് നൽകിയ നിവേദനം ഗൗരവപൂർവ്വം പരിശോധിക്കും. വായുവും ഭക്ഷണവും പോലെ ഒഴിവാക്കാനാവാത്തതാണ് വൈദ്യുതിയും. അതെല്ലാവരും ഓർമ്മയിൽ വെക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് കെഎസ്ഇബി പോസ്റ്റുകളിൽ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. പോസ്റ്റ് വാടക കുത്തനെ ഉയർത്തി കെഎസ്ഇബി മുന്നോട്ടു പോകുമ്പോൾ കേബിൾ ടിവി മേഖലയ്ക്ക് വലിയ പ്രയാസമാണ് ഇത് സൃഷ്ടിക്കുന്നത്. മറ്റ് കുത്തക കമ്പനികൾക്ക് കേബിൾ ടിവി ഇന്റർനെറ്റ് നിരക്ക് കുത്തനെ ഉയർത്താൻ കഴിയാത്ത വിധം ജനകീയ ഇടപെടൽ നടത്തുന്നത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ്. മിതമായ നിരക്കിൽ കേബിൾ ടിവിയും ഇന്റർനെറ്റും എത്തിച്ചാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ ജനകീയ ദൗത്യം ഏറ്റെടുക്കുന്നത്. കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട വിഷയം ഏറെക്കാലമായി സിഒഎ ഉയർത്തുന്നതാണ്. വൈദ്യുതി മന്ത്രിയായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എത്തിയതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിഒഎ. പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ച് മന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. സിഒഎയുടെ നിവേദനം ലഭിച്ചിട്ടുണ്ടെന്നും അത് ഉദ്യോഗസ്ഥരുമായും സിഒഎ ഭാരവാഹികളുമായും ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ വിഷനും കേബിൾ ടിവിയും മുന്നോട്ട് വയ്ക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. വൈദ്യുതിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ചുമതല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈദ്യുതി നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. വായുവും വെള്ളവും പോലെ. ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് എന്നാണ് നമ്മൾ പഠിച്ചത്. വസ്ത്രം വേണം, ഭക്ഷണം വേണം, വീട് വേണം. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഞാനിപ്പോൾ വൈദ്യുതി മന്ത്രിയായപ്പോൾ ഒന്നുകൂടി മാറ്റം വരുത്തുകയാണ്. വാട്ടർ, എയർ ആൻഡ് പവർ. നമുക്ക് കുടിവെള്ളം വേണം, ശുദ്ധവായു വേണം. അതിനൊക്കെ നമുക്ക് വൈദ്യുതി, പവർ ആവശ്യമാണ്. അപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ ചില പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു നിവേദനമായിട്ട് നൽകിയിട്ടുണ്ട്. അത് അവരുമായി ചർച്ച ചെയ്ത് കഴിയുന്നത്ര പരിഹരിക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മന്ത്രിയുടെ ഈ വാക്കുകളെ കാണുന്നത്. വൈദ്യുതി വായുവും ഭക്ഷണവും പോലെ ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സണ്ണി ജോസഫ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.